ഇജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ചുക്ക് മല്ലിക്കാപ്പി ആണ് തയ്യാറാക്കാൻ പോണത്. ഇപ്പം നല്ല മഴയാണ്, നല്ല മഴക്കാലമാണ്. അപ്പോൾ ജലദോഷം വരും, പിന്നെ കൊറോണ കാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുക്ക് മല്ലിക്കാപ്പി ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം മഴ വന്നപ്പോൾ നമ്മളത് തയ്യാറാക്കുകയാണ്. എല്ലാവരും വാങ്ങുക, കഴിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് കാപ്പിക്കുരു, നാടൻ ചുക്ക്, നാടൻ മല്ലി, നാടൻ കുരുമുളക്, കറിവേപ്പില, തുളസിയില ഉണക്കിയത്, തിപ്പിലി ഉണക്കിയത്, കുറച്ച് ജീരകം, കണക്കൂർക്കയില ഉണക്കിയത്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ചുക്ക് കാപ്പിപ്പൊടി തയ്യാറാക്കുന്നത്. അപ്പം നാടൻ കാപ്പിക്കുരു വറുത്തെടുക്കാം നമ്മൾക്ക്. ഇത് നന്നായി വറുത്ത് കിട്ടാം. കരിയാണ്ട് വറുക്കണം. എല്ലാവരും ഇളക്കും, എല്ലാവരും ഇളക്കും. നല്ല കാപ്പിക്കുരുവാണ്, നാടൻ കാപ്പിക്കുരു കുത്തിയെടുത്താണ് ശരിക്കുട്ടി. വറുത്ത് കൂട്ടാ, വറുത്ത് നന്നായി വറുത്ത് കരിയാണ്ട് വറുത്തെടുക്കണത്. ചെറിയ തീയിൽ കരിയാണ്ട് വറുത്തെടുക്കണം. കാപ്പിക്കുരുവൊക്കെ വറുത്തിട്ട് നല്ല മണം വന്നിട്ടുണ്ട്. നമുക്കിനി പൊടിച്ചെടുക്കാം ആറിയ ശേഷം. ഇതെല്ലാം പൊടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി ചുക്ക് കാപ്പിക്കുള്ളത് മിക്സ് ചെയ്യാം. ഇത് പൊടിക്കുമ്പോൾ കൂടുതൽ പൊടിക്കാൻ, നന്നായി പൊടിക്കാൻ പറ്റില്ല. ഇതേമാതിരി തരിതരിന്നിരിക്കണം. നന്നായി പൊടിഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ അരിക്കുമ്പോൾ അടിയിൽ കൂറൽ വരും. അപ്പോൾ പിണ്ടിയായിട്ട് നമുക്ക് തങ്ങി നിൽക്കണം അരിപ്പിയിൽ. അപ്പോൾ നന്നായിട്ട് പൊടിക്കാൻ പറ്റില്ല. ചുക്ക് ഏതും നന്നായി പൊടിക്കാൻ പറ്റില്ല. നമ്മളതുകൊണ്ട് ഏതും നന്നായി പൊടിച്ചിട്ടില്ല. പിന്നെ ഈ തുളസി ഇലയും കണക്കൂർക്കയിലയും ഉണങ്ങിയ ശേഷം ഇങ്ങനെ ചതച്ച് വെക്കുകയും ചെയ്യുക. അല്ലാണ്ട് അത് നന്നായി പൊടിക്കാൻ പറ്റില്ല. പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് ഊറി വരും. അപ്പോൾ നമുക്കിതൊക്കെ മിക്സ് ചെയ്യാം. ശരിക്കുട്ട എന്നാ മല്ലി പൊടിച്ചത് ഇതാ, ചുക്ക് പൊടിച്ചത് ശരിക്കുട്ട. കുരുമുളക്, ഇതിട് ഇലകൾ, തുളസി ഇലകൾ, കണക്കൂർക്ക ഇലയിട്, കണക്കൂർക്ക ഇല, കാപ്പിപ്പൊടി, കാപ്പിപ്പൊടി. ഇനി കുരുമുളകൊക്കെ നമ്മൾ മല്ലിൻ്റെ കൂടെ ചേർത്തിയിട്ടുണ്ട്. കുരുമുളക്, ഏലക്കായി ഇതൊക്കെ ചേർത്തിയിട്ടുണ്ട്. കഴിഞ്ഞു ശരിക്കൂട്ടെ, കഴിഞ്ഞു. ഇനി നന്നായി ഇളക്കിച്ചിട്ട് മതി മതി. അത് വേണ്ട, അത് വേണ്ട, അത്രേ വേണ്ടുള്ളൂ. ശരി ഇളക്കിച്ച്, നന്നായി ഇളക്കിച്ച്, നന്നായി ഇളകിയ നന്നായി ഇളക്കി ശരിക്കൂട്ട. എല്ലാം നന്നായി കലർന്ന് വരണം. എല്ലാവിടെയും ഉപ്പും മല്ലിയും ഏലക്കായും എല്ലാം നന്നായി കലർന്ന് വരണം കൂട്ടാ. അതിലിടും, ഇതിൽ വെക്കുന്ന മുടി വേണ്ട, വെള്ളപ്പൊടി ഇട്ടത് ഇനിയുണ്ട്. മണമൊന്നും നോക്കണ്ട കേട്ടോ. മതി 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 മതി. നാടൻ ചുക്ക് ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. മല്ലി അതേമാതിരി കഴുകി വൃത്തിയാക്കി ഉണക്കിയാണ്. ബെല്ലും അതേമാതിരി നല്ല കറുത്ത ബെല്ലുമാണ്. കെമിക്കൽസ് ഒന്നും ചേർത്താത്ത നല്ല ബെല്ലപ്പൊടിയാണ്. ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ട തരാം. ഇതാ നമ്മളിനി ഇത് ചൂട്ടോടെ കുടിക്കാൻ പോകുകയാണ്. നല്ല മഴക്കാലവും ചൂടുള്ള ചുക്ക് കാപ്പിയും. ഇതാ നല്ല എരിവും കാരവും ഉണ്ട്. തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ അതിൻ്റെ എരിവ് തട്ടുണ്ട്. നമ്മൾ ബെല്ലം ഇതിൽ കുറവാണ് ചേർത്തിട്ടുള്ളത്. ബെല്ലം കൂടുതൽ ചേർത്തി ബെല്ലത്തിൻ്റെ ഗുണമായിരിക്കും ആദ്യം കിട്ടുക. നമുക്ക് ചുക്കിൻ്റെയും കുരുമുളക്, തിപ്പലിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടണം. അപ്പോഴാണ് തൊണ്ടവേനയും ജലദോഷമൊക്കെ മാറുക. അതിനനുസരിച്ചാണ് ഇതിന് ചേർത്തിയിരിക്കുന്നത്. ശരി കുടിച്ചോ? ശരി ചൂടുണ്ട്, അതാണ് ശരി കുടിക്കാത്തത്. നല്ല ചൂടല്ല, അതാണ്. അപ്പം ചുക്ക് കാപ്പിയൊക്കെ നമ്മൾ പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെല്ലപ്പൊടി ചേർക്കുകയാണ്. നല്ല ജൈവ കൃഷിയിൽ ചെയ്ത വെല്ലപ്പൊടിയാണ്. ഇതുള്ള ISO സർട്ടിഫിക്കറ്റുള്ള നല്ല ജൈവ കൃഷിയിൽ ചെയ്ത വെല്ലപ്പൊടിയാണ് നമ്മൾ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. കല്ലൊന്നും ഇല്ലാത്ത നല്ല വെല്ലപ്പൊടിയാണ്. നല്ല ഇതിൽ ഇടിച്ചിക്കൂട്ട കൂടി കലർന്നിട്ടാണ് ഇനി
ചേർക്ക് ഉണ്ടാക്കുക. മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്യും. ചുക്കുപൊടിയും ചുക്കും മല്ലിയും കുരുമുളകും തിപ്പിലിയും ഏലക്കായും കെമിക്കലൊന്നും ചേർത്താത്ത വെല്ലമാണ് ഇല്ല ശിക്കുട്ട. ശിക്കുട്ട മാമ ശിക്കുട്ടിക്ക് തരാട്ട തിന്നാനിതാ. നോക്കതാ മാമാക്കും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ട്. ഇങ്ങനെ തിന്നാൽ തന്നെ തൊണ്ടവേനയും കഫക്കെട്ടൊക്കെ മാറും. ചുക്ക് ചായ വെച്ചും കുടിക്കാം, അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് ചവച്ച് ഇങ്ങനെ തൊണ്ടയിൽ കൂടെ ഇറക്കിക്കൊണ്ടിരുന്ന് തൊണ്ടവേനയൊക്കെ മാറും. അതിനൊക്കെ സൂപ്പറാണ്. ചുക്കിട്ടോ പാക്ക് ചെയ്യവാ സ്റ്റിക്ക്. ശിജിക്കുട്ട സ്റ്റിക്കർ ഒട്ടിക്കോ. പാക്ക് ചെയ്യും. സാധനം നിറക്കി. ശിജിക്കുട്ട നന്നായി നിറക്കി, നിറയെ നിറക്കി. 50 ഗ്രാം വേണം. മതി. അവിടെ വയ്ക്കി, 2 കൈ കൊണ്ട് പിടിച്ച് വയ്ക്കി. ഈ സിജു നിറക്കി. ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് സിജു ഇരുത്തി ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വലിയ പാക്കറ്റ് ആണെങ്കിൽ വേഗം വേഗം നിറയ്ക്കും. അവിടെ വെച്ചോ. മതി മതി മതി. അവിടെ വയ്ക്കി, അവിടെ വയ്ക്കി. അവന് കണ്ണു മുഴുവൻ അവിടെയാണ്. പിടിക്കുന്ന മതി, കുറച്ചുകൊണ്ട് കഴിക്കപ്പാ. സിജുവിന് നല്ല ഇഷ്ടപ്പെട്ടു. മധുരവും എരിവും കുരുമുളകിന്റെ ഒരു ടേസ്റ്റ്, ഇഞ്ചി മിഠായി മാതിരി അല്ലേ? അതൊക്കെ മെല്ലെ. അപ്പൊ നമ്മുടെ ചുക്ക് കാപ്പി പൊടി റെഡിയായി. ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, തിളക്കുക, ഇത് പൊട്ടിക്കുക, ചുക്ക് കാപ്പി പൊടി പൊട്ടിക്കുക, വെള്ളത്തിലിടുക, നന്നായി തിളപ്പിക്കുക, അരിച്ചെടുക്കുക, കുടിക്കുക. സിമ്പിൾ മെത്തേഡാണ്. ഇതിൽ മധുരവും എല്ലാം ഇട്ടിട്ടുണ്ട്. ചുക്ക്, കുരുമുളക്, തിപ്പിരി ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ചേർന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലിപ്പോൾ പെട്ടെന്ന് എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറ്റും. ഇനി വെറുതെ ഇത് അടുത്തിടയ്ക്ക് ഇങ്ങനെ തൊണ്ടവേനയും ജലദോഷമുള്ളവർക്ക് കുറച്ച് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചവച്ചിറക്കുകയും ചെയ്യാം. അത് നന്നായിരിക്കും. മധുരം പോരെങ്കിൽ ഇതിൽ ഒരു അളവിനുള്ള ബെല്ലത്തിൻ്റെ മധുരമുണ്ട്. പോരെങ്കിൽ നമുക്കിനി ചേർക്കാം. ഇതിൽ ബെല്ലം പറഞ്ഞാൽ നല്ല ബെല്ലമാണ്. അത് പറഞ്ഞാൽ കെമിക്കലും ചേരാത്ത നല്ല കറുത്ത ബെല്ലമാണ്, നാടൻ ബെല്ലമാണ്, ബെല്ലത്തിൻ്റെ പൊടിയാണ്. പൊടിന്റെ പൊടിക്കാനുള്ള പൊടിച്ചു വെച്ചുള്ള സാധനത്തിനൊക്കെ ഇടയ്ക്ക് എടുത്തതില്ല. അരി വറുത്തത്, പയർ വറുത്തത്, ഉഴുന്ന് വറുത്തത്, കുരുമുളക് വറുത്തത് ഒക്കെ ഉണ്ട്. അപ്പൊ കൊറോണ കാലമാണ്, മഴക്കാലമാണ്, ജലദോഷവും കഫക്കെട്ടൊക്കെ വരും. അപ്പോഴത് എല്ലാവരുടെ വീട്ടിലും ഒരു യൂണിറ്റ് പാക്കറ്റ് ഉള്ളത് നല്ലതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ വാങ്ങി വയ്ക്കുക. നമ്മുടെ അവിടെ സാധനമുണ്ട്. കൊറോണ കാലത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നതും കുടിക്കുന്നതും നല്ലതാണ്. ചുക്കുപൊടി കറികളിൽ ചേർക്കുന്നത്, അതേമാതിരി ചുക്ക് ചായ കുടിക്കുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ പാലിലിട്ട് കലക്കി കുടിക്കുന്നതൊക്കെ ഈ കൊറോണ കാലത്ത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും അത് ശീലിക്കുക, ചെയ്യുക. ഇല്ല ശിജിക്കുട്ട? ശിജിക്കുട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.